ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളുടെ വിജയത്തിനായി ഞങ്ങൾ ഒപ്പമുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജയിലർ, SBCID, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നീ പരീക്ഷകൾക്കായി ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. Start your journey now. ഹലോ ആൻഡ് വെൽക്കം ടു പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ. വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന മെയിൻസ് എക്സാമിനേഷൻ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള മെയിൻസ് എക്സാമിനേഷനിൽ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണോ, അതല്ല അതൊരു ട്രാപ്പാണോ, എങ്ങനെയാണ് അതിലേക്ക് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ, അതായത് ഈ ഒരു എക്സാമിൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്തുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് അതിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിന് 15 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. എല്ലാ മെയിൻസിനും അല്ല, കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, SBCID ആണെന്നുണ്ടെങ്കിലും 15 മാർക്കിനാണ് വരുന്നത്. 8 മാർക്കിന് അസിസ്റ്റൻറ്റ് ജയിലറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്, അതും 15 മാർക്കിന്. ഓക്കെ, 15 മാർക്ക്. അപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ, ഈ 15 മാർക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും ഹയസ്റ്റ് മാർക്ക് വെയിറ്റേജ് വരുന്ന ഏതിനാണ്? MEM ഏരിയയ്ക്കാണ് പിന്നെ വരുന്ന ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് 10 മാർക്കിനാണ് വരുന്നത്. അതേപോലെ തന്നെ കേരള ഗവേണൻസ് എന്ന് പറയുന്നതോ അതിനും വരുന്നുണ്ട് 10 മാർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ 6 മാർക്കിന് ലൈഫ് സയൻസ് വരുന്നുണ്ട്. പിന്നെ 5 മാർക്ക് വീതം നമ്മുടെ ജനറൽ പേപ്പറുകൾക്ക് എല്ലാം കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പരീക്ഷയിൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാത്രമായിട്ട് ഏറ്റവും അധികം മാർക്കിന് ചോദിക്കാനായിട്ട് PSC വെയിറ്റേജ് കൊടുത്തിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്കിപ്പം ചില ഏരിയയ്ക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അത് പഠിക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും. പക്ഷേ മാർക്ക് കൂടുതലുള്ള ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് പിന്നെ വേറെ സംശയമൊന്നുമില്ല, അത് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ കറണ്ട് അഫയേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ അത് നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനൊന്നുമുള്ളതല്ല, കുറേയധികം ഫാക്റ്റുകളും കാര്യങ്ങളും ആയിരിക്കും അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ചില സബ്ജക്റ്റുകൾ എടുക്കുമ്പം അത് കവർ ചെയ്യുന്ന അത്രയും വാസ്റ്റായിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസോ ഒന്നും അതിനകത്ത് വരാൻ സാധ്യതയില്ല. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പക്ഷേ എന്താണ്, മോർ ഓർ ലെസ് കുറേയധികം ഏരിയാസ് നമുക്കറിയാം, PSC ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗങ്ങൾ അറിയാം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് കുറേ ഏരിയ കവർ ചെയ്യണമെന്നുള്ളതാണ്. അതിനും അപ്പുറത്തേക്ക് എന്താണ്, നമുക്ക് പഠിക്കുന്നതിന് എളുപ്പമാണ്, പക്ഷേ പഠിക്കാൻ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. റിവൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരുമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിന് വെയിറ്റേജ് കൂടുതൽ വന്നതുകൊണ്ട് നമ്മളത് നോക്കണോ, അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാൽ ആ 15 മാർക്കിനും മാർക്ക് അഷ്വേർഡ് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും 15 മാർക്കുള്ളപ്പോൾ നിങ്ങൾക്ക് അറിയാം അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. ഇനി രണ്ടാമത്തെ റീസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കറണ്ട് അഫയേഴ്സിന് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, പ്രിലിംസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ പെർട്ടിക്കുലർലി കറണ്ട് അഫയേഴ്സിന് അത്ര വലിയ പ്രാധാന്യം സിലബസിൽ പറയുന്നില്ല. എല്ലാ ടോപ്പിക്കിനോടുമൊപ്പം അതിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ദിസ് ടോപ്പിക് എന്നുള്ളൊരു രീതിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, പല ടോപ്പിക്കിലും എപ്പോഴും അങ്ങനെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യങ്ങൾ വരാറില്ല. പ്രത്യേകിച്ച് ജനറൽ ഏരിയയിൽ വളരെ വിരളമായിട്ട് ചില സബ്ജക്റ്റിൽ, എക്കണോമിക്സിലും ജോഗ്രഫിയിലുമൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഏരിയയിൽ നിന്നും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡുകളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവാർഡ് വിൻ ചെയ്തിട്ടുള്ളവരായിരിക്കാം. അങ്ങനെ തുടങ്ങിയ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 ചോദ്യങ്ങൾ മാക്സിമം വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു പഠനമൊന്നും വേണ്ടായിരുന്നു. സ്പോർട്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ്, അതിൽ തന്നെ എന്താണ്, ഒളിമ്പിക്സിനെ പറ്റിയിട്ട് ഇനി കഴിഞ്ഞു പോയ ഒളിമ്പിക്സും നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിനെ പറ്റിയിട്ടുമൊക്കെ പല പരീക്ഷകളിലും പലതവണ ചോദിച്ചു പോയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നൊബേൽ പ്രൈസുകളെ പറ്റിയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ. അതേപോലെ ISROയുടെയും നാസയുടെയും ഒക്കെ മിഷൻസിനെ പറ്റിയിട്ട് ചോദിക്കാം. ഇതൊക്കെയായിരുന്നു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, സ്പെസിഫിക് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ആരും അങ്ങനെ പഠിക്കണമെന്ന് നിർബന്ധമില്ലായിരുന്നു, ഈ പറയുന്ന ഭാഗം മാത്രം നോക്കണമെന്നേ ഉള്ളായിരുന്നു. അപ്പം ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ഉള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കാതിരിക്കുന്ന, അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നു. എന്നാൽ മെയിൻസിലേക്ക് വരുമ്പം, എവിടെയാണ്, ഞാൻ പ്രിലിംസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മെയിൻസിലേക്ക് വരുമ്പോഴെന്താണ്, മെയിൻസിലേക്ക് വരുന്ന ഒരു സമയത്ത് കറണ്ട് അഫയേഴ്സിന് എന്താണ് 15 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നു. അപ്പോൾ നമ്മൾ അധികം കാര്യമായിട്ടൊന്നും പഠിക്കാത്തൊരു ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ വെയിറ്റേജ് വരുമ്പം അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം, ഡിഗ്രി ലെവലിൻ്റെ മെയിൻസിലേക്ക് വരുമ്പോൾ ഉള്ളൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, UPSC ആസ്പിറൻസ് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ കറണ്ട് അഫയേഴ്സൊക്കെ പഠിച്ചിട്ടൊക്കെ അങ്ങനെ വായിച്ചാണ് പഠിക്കുന്നത്. പക്ഷേ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സോ മറ്റു കാര്യങ്ങളോ ആക്റ്റുകൾ, അവാർഡുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള
ഒരു കാര്യങ്ങളും അവാർഡുകളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് ഇവൻറ്റ്സ് ഒന്നും തന്നെ ആ ഏരിയ കംപ്ലീറ്റ്ലി എന്താണ് അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അവർക്കും എന്താണ് ഇപ്പം നേരത്തെ PSC മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചവരാണെങ്കിൽ പോലും, അതല്ല UPSC പഠിച്ചിട്ട് വരുന്നവരാണെങ്കിൽ പോലും എന്താണ് കറണ്ട് അഫേഴ്സിൽ ഒരു പക്ഷേ അത്ര വലിയ ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ രീതിയിൽ എന്താണ് നമ്മളൊരു സ്ട്രോങ്ങർ ഏരിയ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. മറ്റ് സബ്ജക്റ്റുകളെ പോലെയല്ല, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും, പഠിക്കുന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കറണ്ട് അഫേഴ്സ് ആണ്, അത് എത്ര നാളത്തെ പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ 3 വർഷത്തെ പഠിക്കണം, 5 വർഷത്തെ പഠിക്കണം, അങ്ങനത്തെ ബുക്കുകളൊക്കെ ഇറങ്ങി കണ്ടിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം നടപ്പിലാവുന്ന കാര്യമാണെന്നൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് നോക്കാം എത്ര നാളത്തെ കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത്. 3 വർഷം എന്ന് പറയുമ്പം 36 മാസത്തെ ഇത്രയും ഫാക്റ്റുകളെല്ലാം പഠിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് മറ്റ് സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ഈ 3 വർഷത്തെ അവാർഡുകളാണെന്നുണ്ടെങ്കിലും ഇവൻറ്റുകളാണെന്നുണ്ടെങ്കിലും എല്ലാം നോക്കി പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം ഒന്നും കൂടിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്, മാർക്ക് കൂടുതലുള്ളത് കൊണ്ടും അതധികം കാര്യമായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളിലൊന്നും തന്നെ എന്താണ് ഫോക്കസ്ഡ് ആയിട്ട് വരാത്തത് കൊണ്ടുമൊക്കെയാണ് ഈ ഒരു പോർഷൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ 15 മാർക്കെന്ന് കാണുമ്പം നിങ്ങളിൽപ്പെട്ട പലരും ഒരുപക്ഷെ വലിയ രീതിയിൽ ഒരു അനാലിസിസ് ഒന്നും നോക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പലരും ഫസ്റ്റ് കറണ്ട് അഫേഴ്സ് തീർക്കാം, മാത്സ് മലയാളം ഇംഗ്ലീഷ് എനിക്ക് എളുപ്പമാണ്, അതും കൂടി ആകുമ്പോഴേക്കും എന്താണ് എനിക്ക് അത്യാവശ്യം ഒരു 40 above മാർക്ക് സ്കോർ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടാവും. പിന്നെ ജനറൽ പേപ്പറിൽ നിന്ന് 5-10 മാർക്ക് കിട്ടിയാലും മതി, അല്ലെങ്കിൽ 15 മാർക്ക് കിട്ടിയാലും മതി, അത്രയല്ല അതിൽ കൂടുതൽ വാങ്ങിക്കണം മതി എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു കാൽക്കുലേഷൻ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കറണ്ട് അഫേഴ്സിൽ നിന്ന് 15 മാർക്കിൽ 15 മാർക്കിനും ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോദിച്ചാൽ തന്നെ അതിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലുള്ള ഒരു കാൽക്കുലേഷനിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫേഴ്സിന് ഫസ്റ്റ് ഓഫ് ഓൾ 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ തന്നെ എന്താണ് അത് എൻറ്റയർലി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ടോപ്പിക്കുകളിൽ നിന്നാണോ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ ആ 15 മാർക്കിൽ ഏറ്റവും കൂടുതൽ ഓരോ പരീക്ഷകളും നമ്മൾ എടുത്ത് നോക്കിയാൽ എത്രയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് 21 മുതൽ 25 വരെ ഒരുപാട് മെയിൻസ് എക്സാമിനേഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കമ്പനി ബോർഡിൻ്റെ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള 2 എക്സാമുകൾ മാത്രമാണ് എടുക്കുന്നത്. മോർ ഓർ ലെസ് സെയിം ആണ് മറ്റ് എക്സാമുകളും. അതിൻ്റെ അനാലിസിസ് നോക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പ്രീവിയസ് ഇയറിൻ്റെ വർക്കൗട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ബാക്കി എല്ലാം സിമിലർ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ കമ്പനി ബോർഡിൻ്റെ 2 എക്സാമും സിമിലർ തന്നെയാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെയാണ് മറ്റുള്ളവരിടത്തും വരുന്നത്. അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് പ്രിയാമ്പിളിൻ്റെ തന്നെ ഡിഗ്രി ലെവലിൻ്റെ PYQ ബുക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോന്നും സോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കറണ്ട് അഫേഴ്സ് ഏരിയ ആണെന്നുണ്ടെങ്കിലും ഒക്കെ. അപ്പോൾ നമുക്ക് വളരെ ഈസിലി എടുത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ മെയിൻസിന് ഈ പറഞ്ഞിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ, മറ്റ് സബ്ജക്റ്റ് നമ്മൾ നോക്കും, കറണ്ട് അഫേഴ്സ് സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചതെന്നും കൂടിയിട്ടായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇതാണ് കഴിഞ്ഞ തവണത്തെ കമ്പനി ബോർഡ് എക്സാമിനേഷൻ 0-60-23, 0-76-23 2 പരീക്ഷകൾ. അപ്പോൾ അതിൽ 70 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 70 മാർക്കിൻ്റെ ഏരിയ മാത്രമാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. 70 മാർക്കിൻ്റെ മാത്രമാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 70 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്, കാരണം ബാക്കി 30 മാർക്ക് എന്ന് പറയുന്നത് ഏതാണ്? ബാക്കി 30 മാർക്ക് എന്ന് പറയുന്നത് മാത്സും മലയാളം ഇംഗ്ലീഷ് ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയ നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഡിസ്കഷന് വേണ്ടിയിട്ട് എടുക്കേണ്ട, കാരണം കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 30 മാർക്കിന് മാത്സ് മലയാളം ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഇത് ഇത്രയും ടോട്ടൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70 മാർക്കായിരിക്കും വരുന്നത്. അപ്പോൾ ആ 70 മാർക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് ചോദിച്ചത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ. ഫസ്റ്റിലത്തെ എന്ന് പറയുന്നത് ഹിസ്റ്ററി 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5 മാർക്കിന് അത് ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ചോദ്യമായിരിക്കും സാധാരണ മിക്കവാറും ഉണ്ടാവാറുള്ളത്. അതിൽ കൂടുതലൊക്കെ ചോദിക്കാം കേട്ടോ. PSC സാധാരണ ഫോളോ ചെയ്യുന്ന രീതി ഇവിടെ ചോദിച്ചില്ല എന്നൊന്നും പറയരുത്, കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യങ്ങളില്ലാത്ത ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷനെ പറ്റിയിട്ട് നമുക്കറിയാം. അപ്പം മോറോലെസ് ഇത് തന്നെ ഫോളോ ചെയ്യുന്നു. ചിലപ്പോൾ 5-4 ആവാം, 5-6 ആവാം, അത്രയേ ഉള്ളൂ. അതിൽ തന്നെ ഹിസ്റ്ററിയിലെ എല്ലാ ഹിസ്റ്ററിയിൽ നിന്നും ചോദ്യങ്ങൾ വരാം. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നൊരു ചോദ്യം, കേരള ഹിസ്റ്ററിയിൽ നിന്ന് 1-2 ചോദ്യം, ബാക്കിയുള്ള 3 അല്ലെങ്കിൽ 2 ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നായിരിക്കും ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹിസ്റ്ററി കൃത്യമായിട്ട് അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഹിസ്റ്ററിയുടെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ജിയോഗ്രഫിയിലും അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കാം ഉണ്ടാവുന്നത്. അവിടെയും നമുക്ക് എന്താണ് ഇന്ത്യ, വേൾഡ് ആൻഡ് കേരള, ജനറൽ ജോഗ്രഫി, ഇന്ത്യ ജോഗ്രഫി, കേരള ജോഗ്രഫി എന്ന് പറയുന്ന രീതിയിൽ ചോദ്യം വരാറുണ്ട്. അതും ഈ പറയുന്നത് പോലെ തന്നെയാണ് വരുന്നത്. ജനറൽ ജോഗ്രഫിയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഈ 2 എണ്ണം വീതം ഇന്ത്യ ജനറൽ, ഇതിന് 1 മാർക്കിന് കേരള ജോഗ്രഫി, ആ ഒരു രീതിയിലായിരിക്കും ചോദ്യങ്ങൾ സാധാരണയായിട്ട് മിക്കവാറും നമ്മൾ കണ്ടുവരുന്നത്. ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നോക്കിയാൽ 5 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്.
ഈ 5 മാർക്കിൽ ചോദ്യങ്ങൾ എക്കണോമിക്സിൻ്റെ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ 5 ആയിരിക്കില്ല, 6 7 ഒക്കെ ചിലപ്പം പോയെന്ന് വരാം. പക്ഷേ ആ ഒരു ഭാഗത്ത് നമ്മളിപ്പം സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അവിടെ ആദ്യത്തെ 5 ചോദ്യം ഹിസ്റ്ററി, പിന്നെ 5 ചോദ്യം ജോഗ്രഫി, പിന്നെ വരേണ്ടിയിരുന്നത് എക്കണോമിക്സ് ആണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു എക്സ്ട്രാ ചോദ്യം കയറി വന്നിട്ടുണ്ടാവാം. അതേപോലെ തന്നെ കറണ്ട് ഇവൻറ്റ്സിനെ എവിടെയായിരിക്കും കൊണ്ടുവന്ന് ആഡ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചോദ്യപേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്, നോക്കുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ ആ ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കൊള്ളുക. 5ാമത്തെ ചോദ്യം കഴിഞ്ഞിട്ട് 6ാമത് രണ്ടിടത്തും ഒരു കറണ്ട് അഫേഴ്സ് ആയിരുന്നു ചോദിച്ചത്. നമ്മൾ കാണിക്കും കറണ്ട് അഫേഴ്സ് ഏതാണെന്നുള്ളത്. അതേപോലെ ഓരോ ടോപ്പിക്കിന് ശേഷവും കറണ്ട് അഫേഴ്സ് ആഡ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം ഒരുമിച്ചൊരു 15 മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സ് എന്നുള്ളൊരു രീതിയിലല്ല വന്നത്. അപ്പോൾ കറണ്ട് അഫേഴ്സ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എക്കണോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാർക്കിന് സാധാരണ സിലബസിൽ നിന്നുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2 മാർക്കിന് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ സ്റ്റാറ്റിക് അല്ല, ആ വർഷത്തെ ഇപ്പോൾ 2023 എക്സാം നടക്കുന്നത്, 21-22 സമയത്തുണ്ടായിരുന്ന കറണ്ട് അഫേഴ്സ് അതെന്ന് പറയുന്നത് ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചേഞ്ചസ് വന്ന സമയത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഉള്ള ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ കേരള ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു എന്ന് തോന്നുന്നു മറ്റൊന്നെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് എക്കണോമിക്സ് ആണ്, പക്ഷേ എന്താണ് ആ വർഷത്തെ കറണ്ട് ഇവൻറ്റ്സ് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെയോ ഒക്കെ കറണ്ട് ഇവൻറ്റ്സിൽ നിന്ന് കൂടിയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള, എസ്പെഷ്യലി GSTയിൽ നിന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം, അത് സ്റ്റാറ്റിക് എന്നുള്ള രീതിയിലുള്ളതല്ല, കറണ്ട് അഫേഴ്സ് ആ ഒരു വർഷത്തെ ബഡ്ജറ്റിൽ നിന്നോ മറ്റോ ഉള്ള ചോദ്യങ്ങൾ, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ചോദ്യം എക്കണോമിക്സിൽ നിന്നുണ്ടായിരുന്നു. അത് ഈ പറയുന്ന എക്കണോമിക്സിൻ്റെ മാർക്കിനോടൊപ്പം തന്നെയാണ് ചോദിച്ചത്. 5 മാർക്കിൻ്റെ എക്കണോമിക്സിന് അപ്പുറത്തേക്ക്. അപ്പോൾ 5 മാർക്കിന് ഒരുപക്ഷെ അവർ കരുതിയിട്ടുണ്ടാവുക എക്കണോമിക്സും പിന്നെ എന്താണ് ദെൻ ആ സബ്ജക്റ്റിൻ്റെ ഗ്യാപ്പിൽ ഒരു കറണ്ട് ഇവൻറ്റും കൂടി ആഡ് ചെയ്യാം. അതെന്ന് പറയുന്നത് എന്താണ് ഒരു എക്കണോമിക്സ് റിലേറ്റഡ് എന്നുള്ള രീതിയിൽ 6 മാർക്കിൻ്റെ എക്കണോമിക്സ് ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 5 മാർക്കാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ മെൻഷൻ ചെയ്യാവുന്ന മറ്റ് ചോദ്യങ്ങൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ 6 മാർക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യം ആദ്യത്തെ, ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1ൻ്റെ ആണ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. പ്ലസ് LIC അമെൻമെൻറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് തരത്തിലുള്ളതാണെന്നുള്ളൊരു രീതിയിൽ അത് ആ വർഷത്തെ കറണ്ട് അഫേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് പറയുമ്പോൾ എന്താണ് പ്യൂർലി കറണ്ട് ഇവൻ്റ് ആണ്, അതിന് ചോദിക്കില്ല അതെന്താണെന്നുള്ളത്. അപ്പോൾ ആ വർഷം നടന്നിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ വർഷം നടന്നിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അത് ഏത് എന്നുള്ള രീതി ഫിനാൻഷ്യൽ ആണോ എന്നുള്ളൊരു രീതിയിലൊക്കെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ബില്ലിനെ റിലേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷനിലെ കറണ്ട് ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം അതുമായി സാമ്യമുള്ളതോ അല്ലെങ്കിൽ എൻറ്റയർലി ന്യൂ ആയിട്ടുള്ളതോ ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഇങ്ങനെ ചോദിച്ചു പോകുന്നുണ്ടായിരുന്നു. ആൻഡ് രണ്ടാമത്തെ സെറ്റിനകത്ത് എന്ന് പറയുന്നത് ഗ്രേഡ് 2ൻ്റെ അണ്ടറിൽ എന്ന് പറയുന്നത് എന്താണ് 6 കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനോടൊപ്പം 5 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കേരള ഗവേണൻസിൻ്റെ അണ്ടറിലാണ് പിന്നീട് ഒരു അഡ്ജേൺമെൻറ്റ് സൈൻ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം. അപ്പോൾ അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ മെൻഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ചോദ്യം കൂടിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയുമാണ് കറണ്ട് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്, ഇങ്ങനെ ചോദിച്ചു വന്ന ഒരു രീതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കേരള ഗവേണൻസിലേക്ക് വരുമ്പം 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വീതം ഉണ്ടായിരുന്നു. പക്ഷേ കേരള ഗവേണൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ആ ഒരു സെറ്റിനോടൊപ്പം തന്നെ 10നോടൊപ്പം 2 എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെ ഇവിടെയാണ് കേരള ബാങ്കിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം വന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ അഗ്രികൾച്ചറൽ ലേബർ മൈഗ്രേഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യവും ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കേരള എക്കണോമിക് റിവ്യൂവിൻ്റെ അണ്ടറിൽ നിന്ന് ചോദിച്ചുള്ളൊരു ചോദ്യമായിരുന്നു. കേരള എക്കണോമിക് റിവ്യൂവിൻ്റെ അണ്ടറിൽ നിന്നായിരുന്നു ആ ഒരു ചോദ്യം വന്നത്, കേരള ഗവേണൻസിലെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പരീക്ഷയിൽ 9 സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളോടൊപ്പം ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹേമ കമ്മീഷനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ കമ്മീഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഹേമ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ആ ഒരു കമ്മീഷനും മറ്റു കാര്യങ്ങളൊക്കെ ന്യൂസിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും എന്താണ് ആ ചോദിക്കേണ്ട മാർക്കിനോടൊപ്പം ഉള്ളത് ഒന്ന് കറണ്ട് അഫേഴ്സ് ആക്കിക്കൊണ്ടാണ് ചോദിച്ചത്. ആൻഡ് അതിന് മുമ്പത്തെ എക്സാമിലാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ 2 മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സ് ഏരിയ കൂടിയിട്ട് ഈ പറയുന്ന ഏരിയയിൽ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിലേക്ക് വരുമ്പം കൃത്യമായിട്ട് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടായിരുന്നു. 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് 2 ക്വസ്റ്റ്യൻസ് കറണ്ട് ഇവൻറ്റ്സിൽ നിന്നായിരുന്നു. അതായത് 8 ചോദ്യങ്ങൾ ലൈഫ് സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചു. ആ 2 ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പരീക്ഷയ്ക്കും ചോദിച്ചത് COVID-19 കൊറോണ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അതേപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഒമിക്രോൺ, അങ്ങനെ തുടങ്ങിയിട്ട് ആ ഒരു സമയത്ത് ഇങ്ങനെ കത്തി നിന്നിരുന്ന ടോപ്പിക്കായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫ് സയൻസിൽ നിന്ന് ചോദിക്കേണ്ടത് തന്നെയാണ്. അത് അതിൻ്റെ ടോപ്പിക്കിനോടൊപ്പമല്ല ചോദിച്ചത്, ഒപ്പമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പക്ഷേ ആ 6 മാർക്ക് വെയിറ്റേജിലല്ല അത് ഇൻക്ലൂഡ് ചെയ്തത്. അതിനോടൊപ്പം എന്നുള്ള ഒരു രീതിയിൽ 2 മാർക്കിന് കറണ്ട് ഇവൻറ്റ്സ് എന്നുള്ളൊരു രീതിയിലായിരുന്നു അത് ഇൻക്ലൂഡ് ചെയ്തത്.
അപ്പോൾ ഇത്തവണയും നമുക്ക് എന്താണ് അതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. കോവിഡ് എന്നുള്ള രീതിയിലല്ല, ഈ റീസെൻറ്റ് ടൈംസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളൊരു രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 ചോദ്യങ്ങൾ വീതം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 3 ചോദ്യങ്ങൾ വീതം, അല്ലെങ്കിൽ ഒരിടത്ത് 4 ചോദ്യം ചോദിച്ചു കെമിസ്ട്രിയിൽ. കൃത്യമായിട്ട് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചു. പിന്നെ എക്സ്ട്രാ ഓരോ ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിൽ നിന്നാണ്. അത് ഏതായിരിക്കും എന്ന് അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ലൈഫ് സയൻസിലും ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് നമ്മളുടെ നോബൽ പ്രൈസിന് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഫിസിക്സിലും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് നൊബേൽ പ്രൈസിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം. അതേപോലെ തന്നെ നാസയുടെ വീനസ് മിഷൻ്റെ പേര് ചോദിച്ചു. കെമിസ്ട്രിയിൽ നിന്നും നൊബേൽ പ്രൈസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൊബേൽ പ്രൈസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നൊബേൽ പ്രൈസിൽ നിന്ന് അത് 3 നൊബേൽ പ്രൈസ് 2022 ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഫിസിയോളജിയുടെയും ആ ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 3 മെയിൻസിന്, ഈ കമ്പനി ബോർഡിൻ്റെ മെയിൻസിൽ തന്നെ അത് 3 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസിൻ്റെ അണ്ടറിലെ കറണ്ട് ഇവൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിലേക്ക് വരുമ്പോൾ സാധാരണ അവിടെ കറണ്ട് ഇവൻറ്റ്സ് ആഡ് ആവേണ്ടതായിരുന്നു. പക്ഷേ അവിടെ എന്താണ്, കറണ്ട് ഇവൻറ്റ്സ് അല്ല ചോദിച്ചത്. സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള സിലബസിൻ്റെ അണ്ടറിലുള്ള ടോപ്പിക്കുകൾ തന്നെയായിരുന്നു. 6, 5 വീതം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് കമ്പ്യൂട്ടറിലും അതേപോലെ തന്നെയാണ് 5, 6 എന്നുള്ളൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ചോദ്യങ്ങൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും. അത് നമുക്ക് നോക്കാം, ലാസ്റ്റ് ചോദ്യ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്നത് 5 മാർക്കിനും ചോദിച്ചു, 6 മാർക്കിനും ചോദിച്ചു. അതിങ്ങനെ മാറാറുണ്ട്. 5 മാർക്കിനാണ് മോസ്റ്റ്ലി ചോദിക്കാറുള്ളത്, കുറയാറില്ല. 4 മാർക്കിനല്ല, 5 മാർക്കിന് തന്നെയാണ് ചോദിക്കാറുള്ളത് എപ്പോഴും. എന്നാൽ 6 മാർക്കിലേക്കും പോയിട്ട് ചില പരീക്ഷകളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ചോദ്യങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളെന്താണ്, പുതുതായിട്ട് പഠിക്കുന്ന സ്പെഷ്യൽ ഏരിയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇവൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇത്രയും കറണ്ട് ഇവൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. പ്ലസ് പുതിയ ടോപ്പിക്കുകളുമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് ഇവൻറ്റ്സിനെ കൂടിയിട്ട് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അണ്ടറിൽ ഒന്നും തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത, ഇപ്പം മേ ബി വേൾഡിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ അപ്പോയിൻമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യനെ നമ്മൾ ഇൻഡിവിജ്വലി മാറ്റി നിർത്തിക്കൊണ്ട്, ഈ സബ്ജക്റ്റിലേക്ക് കണക്ട് ചെയ്ത് നിർത്താതെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ മാത്രം ചോദിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് 15 മാർക്കിനാണ് നമ്മൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ 3 ചോദ്യങ്ങൾ മാത്രമാണ് അങ്ങനെ നമുക്ക് മാറ്റി നിർത്തി കറണ്ട് ഇവൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ പറയുന്ന ആദ്യത്തെ സെറ്റ് എക്സാമിൽ 60/23 ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സെറ്റിലേക്ക് വരുമ്പം 76/23 5 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, കറണ്ട് അഫേഴ്സിന് 15-ൽ 3ഉം 15-ൽ 5ഉം എന്ന രീതിയിലാണ് ചോദിച്ചത്. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പോകാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതൊന്ന് തീർന്നതിന് ശേഷം നോക്കാം. അതിലും ഇതേപോലെ തന്നെയാണ് വരുന്നത്, അതാണ് പറയാൻ വന്നത്. അപ്പോൾ 15, നമ്മളിപ്പോൾ കറണ്ട് ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം, ഇതൊന്നും മനസ്സിലാക്കാതെ കറണ്ട് ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രം നമ്മൾ എടുക്കുന്നു പഠിക്കാനായിട്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു കറണ്ട് അഫേഴ്സിൻ്റെ കമ്പൈലേഷനോ മറ്റോ നമ്മൾ വാങ്ങിയതോ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടോ, നിങ്ങൾക്ക് ടെലഗ്രാം ചാനലാണെന്നുണ്ടെങ്കിലും എല്ലാം കറണ്ട് അഫേഴ്സിൻ്റെ നോട്ട്സ് ആവശ്യം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ 15 മാർക്കും ഉറപ്പായിട്ടും വാങ്ങിച്ചിരിക്കും, കറണ്ട് അഫേഴ്സ് ഞാൻ കംപ്ലീറ്റ് ഇറച്ചിയിലേക്ക് പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റിനോടൊപ്പം കയറി ചോദിച്ചിട്ടുള്ള ആ ഭാഗങ്ങൾ നിങ്ങൾ കറണ്ട് അഫേഴ്സിൽ കവർ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതല്ലാതെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് കുറേ ഏരിയാസ് ഒരുപക്ഷെ കവർ ചെയ്യുന്നുണ്ടാകും, ഒരുപാട് സമയം എടുക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ കറണ്ട് അഫേഴ്സ് അല്ലേ, ഒന്നും മിസ്സാവണ്ടെന്ന് കരുതി 2 വർഷത്തേക്ക് ഇരുന്ന് പഠിക്കാനായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. കാരണം ഒരുപക്ഷെ ഇനി അങ്ങോട്ടായിരിക്കും കറണ്ട് അഫേഴ്സ് ആക്റ്റീവായിട്ട് പഠിക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മെയിൻസിന് ഇനി ഒരു അധികം സമയമൊന്നും കിട്ടത്തില്ല, മറ്റ് ഏരിയക്ക് ഒരുപാട് പുതിയത് പഠിക്കാനും കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഒരു 15-ൽ അത്തരം ടോപ്പിക്കുകൾക്ക് 3 അല്ലെങ്കിൽ 5 മാർക്ക് മാത്രമേ ചോദിക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, യഥാർത്ഥത്തിൽ കാര്യമുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് നോക്കേണ്ടി വരും. മാത്രവുമല്ല, ഇപ്പോൾ എക്കണോമിക്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബജറ്റ് നോക്കാതെ നമുക്ക് എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ നമുക്ക് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. അതേപോലെ തന്നെ GST റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ള അമെൻമെൻറ്റ്സ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. അത് സിലബസ് ഇറങ്ങിയ സമയത്തുള്ള 105 വരെയൊക്കെ ഉള്ളത് സിലബസ് ഇറങ്ങിയ സമയത്ത് വരെ ഉള്ളതായിരുന്നു. അതിനുശേഷമുള്ള അമെൻമെൻറ്റുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് സംഭവിക്കുന്ന സമയത്ത് നമ്മളത് നോക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ കേരള ഗവേണൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ഇപ്പോഴത്തെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് VBG റാംജിയെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഒരു സിലബസ് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കണം. കാരണം എന്താണ്, നമ്മളുടെ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ പേരും അതിൻ്റെ റീസ്ട്രക്ചറിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട്. ഇനി
ആക്റ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആക്റ്റുകളിൽ കാലക്രമേണ കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ, റൂൾസോ അമെൻമെൻറ്റ്സോ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതേപോലെ BNS എന്ന് പറയുന്ന ഒരു കാര്യമല്ല, IPCയിലാണ് പല കാര്യങ്ങളും ആക്ടിൻ്റെ അണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് വിമണിൻ്റെ ആണെന്നുണ്ടെങ്കിലും വുമൺ അല്ലെങ്കിൽ ചിൽഡ്രൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസ് അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള അതോറിറ്റിയിൽ നിന്ന് വരുന്ന ഒഫൻസ് ഒക്കെ IPCയിലെ സെക്ഷൻസ് എന്നുള്ള രീതിയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതേ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. അതിനെ നേരെ എന്ത് ചെയ്യുക, BNSലേക്ക് വരുമ്പോൾ അപ്ഡേഷൻ ആയിരിക്കണം അവിടെ നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ ഏരിയ ഒക്കെ വരുമ്പോഴത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നടന്ന കാര്യങ്ങൾ മാത്രമല്ല, റീസെൻറ്റ് അപ്ഡേഷനാണ് ആ ഭാഗത്ത് നമ്മൾ എപ്പോഴും കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നത്. ലൈഫ് സയൻസിലാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ്. അതേപോലെ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിലും എന്താണ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയയോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും ഒരു സൈബർ ക്രൈമോ മറ്റോ ആക്റ്റീവായിട്ട് ഡിസ്കഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദ്യം ഉണ്ടാവും എന്തായാലും. അപ്പോൾ അത് സബ്ജക്റ്റിനോടൊപ്പം നമ്മൾ എന്തായാലും പഠിക്കേണ്ട കാര്യമാണ്. അത് കറണ്ട് അഫേഴ്സ് ആണല്ലോ എന്ന് കരുതി നമുക്ക് മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കറണ്ട് അഫേഴ്സ് സ്പെസിഫിക് ആയിട്ട് കറണ്ട് അഫേഴ്സിൽ വന്ന കാര്യങ്ങൾ മാത്രമേ പഠിക്കൂ എന്ന രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അവാർഡ്സും സ്പോർട്സ് ഇവൻറ്റ്സും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതല്ലാതെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സബ്ജക്റ്റിനോടൊപ്പം ചോദിക്കാത്ത കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 5 എന്നുള്ളൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ സബ്ജക്റ്റിനോടൊപ്പം വന്ന കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഏതൊക്കെയായിരിക്കാം ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് GST റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ എക്കണോമിക്സിൽ എപ്പോഴും വരുന്ന വ്യത്യാസങ്ങൾ. അതേപോലെ തന്നെ എന്താണ്, ബജറ്റ്, ആ ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ വർഷത്തെ UPSC എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്താണ്, അതിനകത്തും ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ക്രിട്ടിക്കൽ മിനറൽസ് ബജറ്റിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റാറ്റിക് ഏരിയയിൽ നിന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ ഡിഫിക്കൽട്ട് ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ അതിലും ആ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം നമുക്കും എന്താണ് കൃത്യമായിട്ട് അത് പഠിച്ച് വെച്ചിരിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ എന്താണ്, ഇടനാഴി നമുക്ക് കൊറിഡോറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. കേരള ബജറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ഗവൺമെൻറ്റും മിനിസ്ട്രിയും പോർട്ട്ഫോളിയോസും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ട് വരും. ദെൻ എക്കണോമിക്സ് അങ്ങനെ പോകും. കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പം എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരികയോ അമെൻമെൻറ്റുകൾ കൊണ്ടുവരികയോ അതിൻ്റെ പ്രൊസീജിയറിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളം എന്നുള്ള പേര് മാറ്റി അതൊക്കെ ചോദിക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ കേരള ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രിയിലേക്ക് വരുമ്പം നമുക്ക് ചുറ്റും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പ്ലസ് എന്താണ് അതിൽ ഈ നോബൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു ഏരിയ കൂട്ടിയിട്ട് നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ആർട്ടിലും സ്പോർട്സിലും ലിറ്ററേച്ചറിലും അവാർഡ്സ്, സ്പോർട്സ് ഇവൻറ്റുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. അതിൽ തന്നെ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫുട്ബോൾ വേൾഡ് കപ്പോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നമ്മൾ കവർ ചെയ്തു പോവേണ്ട കറണ്ട് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഈ 3 അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് മാത്രം നമുക്ക് ഏതാണെന്നൊന്ന് നോക്കാം. അതോടൊപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ടെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. സോ ആദ്യത്തെ 60/23 അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുന്നത് IMFൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു. IMFൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരായിരുന്നു എന്നുള്ളത്. അപ്പോൾ IMFൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ കറണ്ടായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുണ്ടെന്നുള്ളതെങ്കിൽ അത് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ മറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളിലും ഇതേപോലെ നടക്കുന്നത് പ്രസൻറ്റ് മാനേജിംഗ് ഡയറക്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ഇവൻറ്റ്സും മറ്റു കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത്, ഓരോ മന്ത്ലിയുള്ള കമ്പൈലേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കൊള്ളുക എന്നുള്ളതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഗ്രീൻ പീസ് ഇന്ത്യ സ്റ്റഡിയുടെ റിപ്പോർട്ട് പ്രകാരം ഉണ്ടായിരുന്ന ആ സമയത്ത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഏതായിരുന്നു എന്നുള്ളത്, അതും ആ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ റിപ്പോർട്ടുകൾ സ്റ്റേറ്റുകളെ എന്തെങ്കിലും തരത്തിൽ റാങ്കിങ് കൊണ്ടുവരികയാണ്, നാഷൻസിനെ റാങ്കിങ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. ദെൻ ഇൻവെസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആക്സസ് IRRA പ്ലാറ്റ്ഫോം, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ഇൻവെസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവരണമെന്ന് താഴെ പറയുന്ന സ്ഥാപനമാണത് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇത് ആക്ച്വലി എക്കണോമിക്സ് അല്ലേ എന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം. പക്ഷേ എക്കണോമിക്സിൻ്റെ അണ്ടറിലായിരുന്നില്ല ആ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അത് മറ്റൊരു ഭാഗത്ത് ഇൻഡിവിജ്വലായിട്ട് മറ്റ് സബ്ജക്റ്റുകളുടെ ഇടയിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറണ്ട് ഇവൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി ഇത് കറണ്ട് ഇവൻ്റ് ആയിരുന്നു. 2022 സെബി എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇൻവെസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആക്സസ് പ്ലാറ്റ്ഫോം എല്ലാവരും കൊണ്ടുവരണമെന്നുള്ളൊരു ഡയറക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ആ ചോദ്യം വന്നത്. ഇനി ഇപ്പോഴും ഇതൊരു കറണ്ട് ഇവൻ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി റിഡൻഡൻ്റ് ആയതുകൊണ്ട് സെബി അതെന്ത് ചെയ്തു, പിൻവലിക്കുകയോ ചെയ്തു. അത് ചെയ്തത് ഈ പറയുന്ന മെയ്യിലായിരുന്നു. അപ്പം വേണമെങ്കിൽ വീണ്ടും ഇതേ തുടർന്നൊരു ചോദ്യം ചോദിക്കത്തില്ലായിരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നായിരുന്നു ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നമുക്കത് സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ടൊന്നും നോക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് കറണ്ട് ഇവൻറ്റിൻ്റെ അണ്ടറിൽ തന്നെയായിരിക്കും നമ്മളത് നോക്കുന്നത്. അപ്പോൾ ഈ 3 ചോദ്യമാണ് നമുക്ക്
പോയിന്റ് ഔട്ട് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് ഈ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സിൽ നിന്ന് എന്ന രീതിയിൽ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാര്യം. മറ്റുള്ളവയും ചോദിച്ചു. മറ്റുള്ളവയെന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്? 2, 1, 3, 2, 5, 2, 7, 9, 9, 3, 12 ചോദ്യമാണ് കറണ്ട് അഫേഴ്സിൽ നിന്ന് വന്നത്. 15ലേക്ക് പോലും പോയിട്ടില്ല. 12 ചോദ്യമാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ചില ചോദ്യങ്ങൾ ഇത് കറണ്ട് ഇവൻറ്റുമായി ബന്ധപ്പെടുത്താമല്ലോ എന്നൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്താണ്, കറണ്ട് അഫേഴ്സിൽ നിന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന 12 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടലി കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ അതിന് 15 മാർക്കിന് തന്നെ ചോദിക്കും എന്നൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ 12 ചോദ്യങ്ങളിൽ ബാക്കിയുള്ളവയെല്ലാം എന്താണ്, നമുക്ക് ആ സബ്ജക്റ്റിൻ്റെ അണ്ടറിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ 3 എണ്ണമാണ് എന്തെന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടെന്നുള്ളൊരു രീതിയിൽ വന്നത്. ഇനി നെക്സ്റ്റ് സെറ്റ് പേപ്പറിനകത്ത് 5 എണ്ണം വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ എന്താണ്, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം. നേരത്തെ മറ്റൊരെണ്ണം ചോദിച്ചപ്പം അതേ അതിൻ്റെ തന്നെ സിമിലർ പേപ്പറിൽ എന്താണ് മറ്റൊരു അപ്പോയിൻമെൻറ്റിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ വേൾഡ് വാട്ടർ ഡേ 2022 തീം, ഇതെപ്പോഴും നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. വേൾഡ് ഡേ എന്നാണെന്നുള്ളതും അതിൻ്റെ തീം ഏതാണെന്നുള്ളത്. അപ്പോൾ കിട്ടിയാൽ അപ്പോയിൻമെൻറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. ഡേയ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. അതാണ് പിന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ശക്തി മൈക്രോ പ്രോസസ്സറിനെ പറ്റിയിട്ടൊരു ചോദ്യം. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അണ്ടറിൽ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. മാത്രവുമല്ല കമ്പ്യൂട്ടറിൻ്റെ അണ്ടറിൽ കൂടുതൽ ചോദ്യങ്ങൾ ആ തവണ ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ അണ്ടറിൽ നമുക്ക് 6 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. 3 ചോദ്യങ്ങൾ ചോദിക്കേണ്ടടുത്ത് 6 ചോദ്യങ്ങൾ ഓൾറെഡി സ്റ്റാറ്റിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ കാര്യമായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ന്യൂസിൽ ആ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ടോപ്പിക്കായിരുന്നു ശക്തി മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശക്തി മൈക്രോ പ്രോസസ്സറിനോടൊപ്പം തന്നെ ന്യൂ ആൻഡ് ടെക്നോളജികളെ പറ്റിയിട്ടെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അത് ചോദ്യം ഉണ്ടാവും. ദെൻ FOSS സ്റ്റാൻഡ് ഫോർ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതാണ്. ഇത് ആ ഒരു സമയത്ത് എനിക്കൊന്ന് 2019-20 സമയത്താണെന്ന് തോന്നുന്നു കേരളത്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും വലുതെന്നോ ഫസ്റ്റെന്നോ എന്നുള്ള ഒരു രീതിയിലൊരു FOSS ഉണ്ടായിരുന്നു. ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. ആ വാർത്തയുടെ അല്ലെങ്കിൽ ആ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. റീസെൻറ്റ് കറണ്ട് അഫേഴ്സ് അല്ലായിരുന്നു ആ പരീക്ഷയിൽ. 2023 നടന്ന പരീക്ഷയിൽ. അതിന് മുമ്പ് പരീക്ഷയില്ലായിരുന്നു. COVID-19 ഒക്കെ കോവിഡൊക്കെ വന്നതിന് ശേഷമുള്ളൊരു സമയത്ത് നടക്കേണ്ട കാര്യമായിരുന്നു, അന്ന് ചോദിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു, 2-3 വർഷം മുമ്പുള്ള കറണ്ട് അഫേഴ്സ് തന്നെ ആയിരുന്നു. മേ ബി ആ വർഷം വീണ്ടും അത് ഡിസ്കഷനിൽ വന്നിട്ടുണ്ടാവാം. അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല ആ സമയത്ത് കറണ്ട് അഫേഴ്സിൽ അത് വന്നിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷേ 1920 ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു സംഗതി വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല് പിടിച്ചുകൊണ്ട് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഇവൻറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ പേരിലായിരിക്കാം ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇത് കറണ്ട് അഫേഴ്സ് അല്ലാതെ കമ്പ്യൂട്ടറിൻ്റെ അണ്ടറിലും കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇത് ചോദിച്ചത് എൻറ്റയർലി മറ്റൊരു ഭാഗത്താണ്. ഈ സെറ്റ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ചോദ്യങ്ങളുടെ കൂട്ടത്തിലല്ല ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടും പിന്നെ 6 ചോദ്യങ്ങൾ കമ്പ്യൂട്ടറിൽ ഓൾറെഡി വന്നതുകൊണ്ടും പിന്നെ നമുക്ക് അതിൻ്റെ അണ്ടറിലേക്ക് ഇതിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ ഇത് കറണ്ട് ഇവൻറ്റിൽ ഡിസ്കഷനിൽ വന്ന ടോപ്പിക്കും കൂടിയിട്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്കിതൊരു കറണ്ട് അഫേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ചോദ്യം പിക്ക് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, ന്യൂ പോളിസി ഫോർ വുമൺ 2021 മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെ പറ്റിയിട്ടോ അതിൻ്റെ പോളിസികളെ പറ്റിയിട്ടോ ഒക്കെയുള്ള ചോദ്യങ്ങൾ വരും. ഇതാണ് ഈ 5 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ നോക്കുമ്പോൾ അറിയാം, അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്, വേൾഡ് ഡേ തീം വന്നിട്ടുണ്ട്, കേരളത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള സയൻസ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പോലുമുള്ള അച്ചീവ്മെൻറ്റ് യുണീക്ക് എന്ന് തോന്നാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഓരോ സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്ന ഇനിഷ്യേറ്റീവ്സ് ആൻഡ് പോളിസീസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ പിന്നെ എന്താണ്, പിന്നെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ സബ്ജക്റ്റിൻ്റെ അണ്ടറിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കറണ്ട് അഫേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് എത്ര മാർക്കിനായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഉള്ള ടോട്ടൽ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് 2, 3, 5, 6, 6, 5, 11 മാർക്കിനാണ് നമുക്ക് അവിടെ കറണ്ട് അഫേഴ്സ് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ 12, 11 മാർക്കിന്, അതായത് കൃത്യം 15 മാർക്കിന് നെക്സ്റ്റ് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു സെറ്റ് എന്നുള്ളൊരു രീതിയിലല്ല ചോദ്യം വന്നത്. ഓരോ സബ്ജക്റ്റിനോടൊപ്പം തന്നെ അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കറണ്ട് അഫേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ എന്താണ്, ഏറ്റവും സബ്ജക്റ്റുകളുടെ ഇടയിലായിട്ട് ഇപ്പോൾ ഹിസ്റ്ററിയോടൊപ്പം കറണ്ട് അഫേഴ്സ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞതിന് ശേഷം ഒരു കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. 2 പരീക്ഷയിലും കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ജിയോഗ്രഫിയിൽ കറണ്ട് അഫേഴ്സ് ചോദിക്കാം. ഇപ്പം സുനാമി ഇവൻറ്റ്, എർത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പിന്നെ വോൾക്കാനിക് എറപ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമല്ല. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അപ്പോൾ UPSC എക്സാമിനും ഉണ്ടായിരുന്നു. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഏത് രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് പാസ് ചെയ്ത് പോവേണ്ടത് എന്നുള്ളത് നല്ലൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ.
അപ്പോൾ അത് വേണമെങ്കിൽ PSCയും അതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് അഫേഴ്സ് ഈ 2 പരീക്ഷകളിൽ വന്നിട്ടുള്ളത്. ഇപ്പം ഇതേപോലെ തന്നെയാണോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വന്നിട്ടുള്ളതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. കറണ്ട് അഫേഴ്സ് മാത്രമായിട്ടൊരു 150ഓളം ചോദ്യങ്ങൾ, നമ്മൾ 136 ചോദ്യങ്ങളാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഈ ബുക്ക് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട്, അതായത് എങ്ങനെയാണ് ഇത് വരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ബുക്ക് എന്ന് പറയുമ്പോൾ 2 ബുക്കുകളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2021 മുതൽ 24 വരെയുള്ള ഒരു ബുക്കും 25 മറ്റൊരു ബുക്കും. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കോംബോ ഓഫറിൽ അവൈലബിൾ ആണ്. ഓഫർ പ്രൈസിന് കോംബോ ഓഫറിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ആ ബുക്ക് നോക്കിക്കോളൂ. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൻ്റെയും, അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും അണ്ടറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ സബ്ജക്റ്റ് വൈസ് ആയിട്ടായിരിക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ഇതേപോലെ കറണ്ട് അഫേഴ്സ് വരുന്നുണ്ട്, പിന്നെ എന്താണ് ലൈഫ് സയൻസ് വരുന്നുണ്ട്, കേരള ഗവേണൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം പ്രിലിംസിൻ്റെ, ഇപ്പം റീജിയണൽ ലാംഗ്വേജ് ഇതുവരെ ആകുമ്പോൾ പ്രിലിംസിൻ്റെ ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ആവും. പിന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള മെയിൻസും ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് മെയിൻസിന് പഠിക്കാനുള്ള ഏരിയാസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതും ചൂസ് ചെയ്യാം. സബ് ഇൻസ്പെക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ആക്ട് ആൻഡ് പോളിസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്ത, എന്നാൽ കറണ്ട് ഇവൻസും എന്നും നമുക്ക് പറയാൻ പറ്റാത്ത ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അതും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ നമ്മൾ 2 ചോദ്യ പേപ്പറുകൾ സെറ്റ് കണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു കറണ്ട് അഫേഴ്സ് എന്ന് നോക്കാം. 917 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, 2022-23 എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. 160/2023. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്, വിച്ച് കൺട്രി ലോഞ്ച്ഡ് ഇന്നൊവേഷൻ റോഡ് മാപ്പ് ഫോർ മിഷൻ ഇൻ്റഗ്രേറ്റഡ് ബയോ റിഫൈനറീസ്? അതൊരു ചോദ്യമായിരുന്നു. 2 ക്ലാസിക്കൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്, 2ാമത്തെ ചോദ്യം. പിന്നെ ഇന്ത്യയുടെ 74ാമത്തെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനിൽ പങ്കെടുത്തിട്ടുള്ള താഴെ പറയുന്നവയിൽ ഏതൊക്കെ വ്യക്തികളായിരുന്നു എന്നുള്ളത്, അത് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആണോ പ്രൈം മിനിസ്റ്റർ ആണോ എന്നുള്ളത് അത് ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുത്തിട്ടുള്ള വ്യക്തികൾ അവരേത് രാജ്യത്തിൻ്റെ ആരായിരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു സെറ്റായിരുന്നു. പിന്നെ ലിറ്ററേച്ചറിൽ 2022 നോബൽ പ്രൈസ് ലതാ മങ്കേഷ്കർ ഡൈഡ് ഓൺ ഏത് ദിവസമായിരുന്നു? ഒരു പ്യൂർ ഫാക്ട് വിത്ത് ഡേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും എന്താണ്, ഏകദേശം 5 ചോദ്യങ്ങളാണ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫേമസ് പേഴ്സണാലിറ്റീസ് ആരെങ്കിലും, ഇപ്പോൾ കസ്തൂരി രംഗൻ, ഇപ്പം ലതാ മങ്കേഷ്കർ മരിച്ചപ്പം ആ ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് എന്താണ്, മാധവ് ഗാഡ്ഗിൽ, കസ്തൂരി രംഗനല്ല, മാധവ് ഗാഡ്ഗിൽ മരിച്ച സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് നമ്മളൊന്ന് നോക്കി വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫേമസ് പേഴ്സണാലിറ്റീസ് ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ മരണപ്പെട്ട ഡേറ്റ്, അത് ഇതിനു മുമ്പും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. MS സ്വാമിനാഥൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ P വത്സലയുടെ ആണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലതാ മങ്കേഷ്കറിൻ്റെ ചോദിച്ചിട്ടുണ്ട്, പിന്നെ നൊബൽ പ്രൈസ് ആണ് വന്നിട്ടുള്ളത്, പിന്നെ ചീഫ് ഗസ്റ്റ് ആര് വന്നു എന്നുള്ളൊരു കാര്യം. അപ്പോഴും നോക്കിയാൽ എന്താണ്, 15 മാർക്കിന് ചോദിക്കേണ്ട ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് എത്രയാണ്? 15 അല്ല 10 മാർക്കിന് ചോദിക്കേണ്ട ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് എത്രയാണ്? 5 ചോദ്യമാണ് നമുക്ക് പ്യൂർ ടു ദ കറണ്ട് അഫേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കിയുള്ള ടോപ്പിക്കുകളിലേക്ക് ചേർത്ത് നമുക്ക് പഠിക്കേണ്ട തന്നെ ഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ആ കറണ്ട് അഫേഴ്സ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ കറണ്ട് അഫേഴ്സ് പ്രിപ്പയർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം കറണ്ട് അഫേഴ്സിൽ നമ്മൾ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 15 മാർക്കുണ്ടല്ലോ എന്നുള്ളൊരു രീതിയിൽ അതിനകത്തേക്ക് നമ്മൾ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും പഠിക്കാനൊക്കെ ശ്രമിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ഏത് വർഷത്തെ കറണ്ട് അഫേഴ്സ് പഠിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വർഷത്തെ കറണ്ട് അഫേഴ്സ് എന്തായാലും നമ്മൾ ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കറണ്ട് അഫേഴ്സ് എന്തായാലും മസ്റ്റായിട്ട് നോക്കിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ പഠിക്കുമ്പം ഈ ഫോക്കസ് കൊണ്ടുവരേണ്ടതെന്ന് പറയുന്നത് ഈ കറണ്ട് ഇവൻറ്റ്സിൽ നിന്നുള്ള ടോപ്പിക്കുകളിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അതിലായിരിക്കണം ഫോക്കസ് കൊണ്ടുവരേണ്ടത്. അതിന് നിങ്ങൾക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ അണ്ടറിൽ ചോദിച്ചിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ സ്പെസിഫൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 136 അല്ലേ, നേരത്തെ പറഞ്ഞിരുന്നു 136 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 136 ചോദ്യങ്ങളും കാണാതൊന്നും പഠിക്കേണ്ട ഇനി, കാരണം അത് കഴിഞ്ഞു, അതിൻ്റെ റെലവൻസ് കഴിഞ്ഞു. അപ്പോൾ അതിന് സമാനമായി ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഫുൾ കറണ്ട് അഫേഴ്സ് നിങ്ങൾ നോക്കുക, ഈ വർഷത്തെ കൂടി കറണ്ട് അഫേഴ്സ് നോക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ വർഷത്തെ കറണ്ട് അഫേഴ്സ്
നിങ്ങൾക്ക് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് പിന്നിലേക്കുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പ്രധാനപ്പെട്ട ഇവൻറ്റുകളും മറ്റും നിങ്ങൾ നോക്കി വെക്കുക, പദ്ധതികൾ വരുന്നത് നോക്കി വെക്കുക, പ്രത്യേകിച്ച് കേരള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നോക്കി വെക്കുക, ബജറ്റ് നന്നായിട്ട് നോക്കി വെക്കുക. അപ്പം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് പ്ലെയിൻലി കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ബുക്ക് എടുത്ത് മൊത്തം പഠിച്ചത് കൊണ്ട് കറണ്ട് അഫയേഴ്സ് കിട്ടണമെന്ന് നിർബന്ധം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ടൈം ഇട്ടിങ്ങനെ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കാതെ നിങ്ങൾ ഓൾറെഡി സബ്ജക്റ്റിനോടൊപ്പം പഠിക്കേണ്ട കറണ്ട് ഇവൻറ്റ്സ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ബുക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പ്ലസ് മറ്റ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടൊന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു PYQ ബുക്ക് വാങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത് യൂസ് ചെയ്യുക, പരമാവധി യൂസ് ചെയ്യുക. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആക്ടിൻ്റെ ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് ഓരോ ആക്റ്റുകൾ, ഓരോ പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ആക്റ്റുകൾ, ഇപ്പോൾ ഇത് അഞ്ച് ആക്റ്റുകൾ അസിസ്റ്റൻറ്റ് മാനേജർ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളതായിരുന്നു. അപ്പം 2024 പരീക്ഷ, അതുപോലെ തന്നെ എന്താണ് മിൽമ മാർക്കറ്റിംഗ് ഓർഗനൈസറിൻ്റെ അതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ എന്താണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 5 മാർക്ക് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിലും അതേപോലെ തന്നെയാണ്, എത്ര എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പം ആക്ട് അതേപോലെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷനൊന്നും അല്ല, ആ ചോദ്യത്തിൽ എന്താണോ വേണ്ടിയിരുന്നത് അതവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 4 സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്, എന്തൊക്കെയാണ് കറക്റ്റായത്, എന്തൊക്കെയാണ് തെറ്റായെന്നടക്കമുള്ള കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് സോർട്ട് ചെയ്തുകൊണ്ട് PYQs മനസ്സിലാക്കി അതിനുശേഷം നിങ്ങളുടെ പഠിത്തം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എന്തൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരണം, ഏത് ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ കേസ് നിങ്ങൾ ബുക്ക് വാങ്ങിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ PYQs മറ്റൊരു രീതിയിൽ അതിൻ്റെ കോപ്പി എടുത്ത് കളക്ട് ചെയ്ത് നിങ്ങൾ തന്നെ സോർട്ട് ചെയ്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ബുക്കിനകത്ത് കൃത്യമായിട്ട് സോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ കൃത്യമായിട്ട് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 24 വരെയുള്ള ബുക്കാണ്. 25-ലും ഇതേപോലെ തന്നെയാണ്. 25-ലും ടോപ്പിക്കുകൾ ഇതേപോലെ തന്നെ സോർട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലാസ്സുകൾ, കമ്പനി ബോർഡിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. കമ്പനി ബോർഡിൻ്റെ ക്ലാസ്സുകളിൽ 2 ടോപ്പിക്കുകളായിട്ടാണ് മെയിൻസിന് വരുന്ന ഏരിയാസ്, അതായത് പുതിയതായിട്ട് പഠിക്കേണ്ട ഏരിയാസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് കേരള ഗവേണൻസ്, ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇതിലാണ് കറണ്ട് ഇവൻറ്റുകൾ കൂടുതലും വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിക്കാൻ പറ്റും. അതല്ലാതെയുള്ള കറണ്ട് അഫയേഴ്സും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതോടൊപ്പം എന്താണ് ഇതിൻ്റെ കറണ്ട് അഫയേഴ്സും കവേർഡ് ആയി പോകുന്നുണ്ട്. അപ്പം കേരള ഗവേണൻസ്, ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി സെപ്പറേറ്റ് ഒരു ബാച്ചായിട്ടായിരിക്കും. 499 രൂപ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ഏരിയ. അത് 399 രൂപയ്ക്കാണ് ആ ക്ലാസ് വരുന്നത്. നിങ്ങൾക്കറിയാം 9 സെറ്റ് ഭാഗങ്ങളിലായിട്ടായിരിക്കും ആ ക്ലാസ്സുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ സിലബസിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെയാണ് അത്രയും ആക്റ്റുകൾ, അതിൻ്റെ കീ പ്രൊവിഷൻസും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആക്ടിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ വരുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഈ 5 മാർക്ക് അത്രയും പഠിക്കാനുണ്ടോ, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ പോരായോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ചിലപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാവും. ഇറ്റ്സ് ആക്ച്വലി അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആക്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആവുന്നതും അത് നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോറിങ് ആവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് പഠിക്കാനുണ്ട് ആക്റ്റുകൾ. 9 ടോപ്പിക്കുകളായിട്ട് 9 ആക്റ്റുകളല്ല ഉള്ളത്, 15ഓളം ആക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ അത് ചിലയിടത്തൊക്കെ ഓവർലാപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളും കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ 2 ക്ലാസ്സുകളാണെങ്കിൽ പോലും ഇതോടൊപ്പം തന്നെ, ഈ 2 ക്ലാസ്സുകൾ മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ജനറൽ ടോപ്പിക്ക് 999 അവൈലബിൾ ആണ്. ഏത് ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ വരുന്ന ടോപ്പിക്ക് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്താണ് അതെന്ന് പറഞ്ഞാൽ പ്രിലിംസിന് നമുക്ക് ഇതല്ലാതെ പഠിക്കേണ്ടിയിരുന്ന മറ്റ് ടോപ്പിക്കുകൾ എന്നുള്ളതാണ് ആ പ്രിലിംസിന് വരുന്ന ഭാഗം എന്ന് പറയുന്നത്. പിന്നെ മറ്റ് സ്പെഷ്യൽ ടോപ്പിക്കുകൾ, മറ്റ് എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സെപ്പറേറ്റ് മറ്റൊരു സ്പെഷ്യൽ ടോപ്പിക്ക്, ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട് പോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആക്ട് ആൻഡ് കമ്മീഷൻസ് സെപ്പറേറ്റ് ഉണ്ടാവും, ജയിലറിൻ്റെ സെപ്പറേറ്റ് ഉണ്ടാവും. നിങ്ങൾ ആപ്ലിക്കേഷനിൽ കയറി നോക്കിയിരുന്നാൽ മതി, അതിൽ കോഴ്സുകൾ അപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ മീൻസ് പിന്നീടാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുക. പുതിയ കോഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും, അന്നേരം കയറി നോക്കാവുന്നതാണ്. ഫസ്റ്റ് 1 or 2 ക്ലാസ്സസ് ഡെമോ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അത് കയറി കണ്ടു നോക്കിയതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. സോ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ട് സിലബസിൻ്റെ ഓർഡറിൽ വീഡിയോ ക്ലാസ്സുകൾ ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും. സബ്ജക്റ്റ് ദെൻ ചാപ്റ്റേഴ്സ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും. വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെയധികം നിങ്ങൾക്ക് സമയം കൺസ്യൂം ചെയ്യാത്ത തരത്തിലുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും അതെന്ന് പറയുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ക്ലാസ്സുകളൊക്കെ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടു തീർക്കണം. ക്ലാസ്സുകളൊക്കെ വളരെ വളരെ പെട്ടെന്ന് കണ്ടു തീർത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് എല്ലാം മനസ്സിലാക്കി നമ്മുടെ നോട്ട്സും പോയിന്റ്സും എല്ലാം കളക്ട് ചെയ്ത് നോട്ട്സ് കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റബിൾ നോട്ട്സ്, അതിപ്പോൾ വന്ന പരിപാടിയല്ല, നേരത്തെ ഉള്ളതായിരുന്നു. നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ
ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രിൻ്റബിൾ നോട്ട്സ് സെപ്പറേറ്റ് തയ്യാറാക്കി തരുന്നതായിരിക്കും. അതിൽ A4 സൈസിൽ പ്രിൻ്റ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഒരു മാറ്റം എല്ലാവരും വന്ന് കാണുന്നുമുണ്ട്. ദെൻ PYQ ഡിസ്കഷൻ, അതായത് ഏതൊരു ക്ലാസ് തുടങ്ങുന്നതെന്ന് പറയുന്നതും നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയ്ക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQ ഏതാണോ ചോദിച്ചത്, ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല എന്തൊക്കെയാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ ഒരു ജനറൽ അനാലിസിസ് ഉണ്ടാവും. എന്നിട്ട് അതിനുശേഷമായിരിക്കും ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ദെൻ MCQs ഫോർ പ്രാക്ടീസ്, ഓരോ ടോപ്പിക്കും ചാപ്റ്ററുകളായി ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോ ടോപ്പിക്കിനും ഒരു നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള MCQs നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചതിന് ശേഷം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ദെൻ ഒരു പുതിയ കാര്യം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് പുതിയ ഏരിയ ആണ്. അപ്പോൾ നമുക്കൊരു റിവിഷൻ നന്നായിട്ട് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഇപ്പം ഈ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ചുരുങ്ങിയ സമയത്തായിരിക്കും പഠിക്കുന്നത്. മറ്റ് സബ്ജക്റ്റിലും നമുക്ക് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്താണ്, ഓരോ ക്ലാസ്സിനോടും ശേഷം അല്ലെങ്കിൽ എൻ്റെ ടോപ്പിക്കിൻ്റെ അവസാനമായിക്കൊണ്ട് ഒരു ക്വിക്ക് റിവിഷൻ എന്നുള്ളൊരു രീതിയിൽ ഒരു സമ്മറി ക്ലാസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലൈക്ക് എ മാരത്തോൺ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, അത്രയും ലെങ്തി ആവില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഏരിയ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നോട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് വലിയ എക്സ്പ്ലനേഷനൊന്നും അതിലുണ്ടാവില്ല. മെമ്മറി റിക്കളക്ഷനും അതിൽ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ വളരെ ക്വിക്കായിട്ടായിരിക്കും അത് റിവൈസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ്, ഏറ്റവും അവസാനത്തെ ദിവസം ആ ക്ലാസ് മാത്രം വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും റിക്കളക്ട് ചെയ്യാൻ അത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് അസിസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. മെൻറ്റർഷിപ്പ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്തോളുക. ഇതൊരു റെക്കോർഡഡ് ബാച്ചസ് ആയിരിക്കും വരുന്നത്. അത് ഏറ്റവും റീസെൻറ്റ് അപ്ഡേഷൻസ് അടക്കമുള്ള റെക്കോർഡിങ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസിസ്റ്റും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലൂടെ ക്ലാസ്സസ് ഷെയർ ചെയ്യുന്നുണ്ടാകും. അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് കോർഡിനേറ്ററും മെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളും എല്ലാം ഡിസ്കഷൻസും ഡൗട്ട്സ് ക്ലിയറൻസും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഓരോ ക്ലാസ്സുകളോടൊപ്പം അവിടെ തന്നെ നിങ്ങൾക്ക് കമൻറ്റിംഗ് സെഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൗട്ട്സ് എല്ലാം അവിടെ തന്നെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ കറണ്ട് അഫയേഴ്സ് എടുത്തത്. കറണ്ട് അഫയേഴ്സിന് 15 മാർക്കുണ്ടല്ലോ, എന്നാൽ ഒരു ബുക്ക് വാങ്ങിച്ച് ഇപ്പം തന്നെ പഠിച്ചേക്കാം എന്ന രീതിയിൽ പഠിക്കാൻ പോയാൽ ഒരു പക്ഷേ പാളാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്യൂർ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നിടത്ത് GSTയിൽ വന്നിട്ടുള്ള വ്യത്യാസമോ എക്കണോമിക് റിവ്യൂവിൽ വന്നിട്ടുള്ള കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടാകത്തില്ല. അത് എക്കണോമിക്സിൽ കയറി ചോദിച്ചോളും. കേരള ഗവേണൻസിൻ്റെ അണ്ടറിൽ ചില കാര്യങ്ങൾ പുതിയത് ആഡ് ചെയ്തത് ചോദിച്ചോളും. അപ്പം അത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക്സ് ഡിഫിക്കൽട്ട് ആയി എന്ന് വിചാരിക്കരുത്. അത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് പിക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബുക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക. ബുക്കിൻ്റെ അണ്ടറിൽ ഓരോ ചോദ്യങ്ങളും കോമൺ ടോപ്പിക്കിൽ നിന്നല്ലാത്ത ചോദ്യങ്ങളടക്കം എവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക് റിവ്യൂവിൽ നിന്നുള്ള ചോദ്യമാണെങ്കിൽ അവിടെ നിന്ന് അത് ക്ലിയർ, എക്കണോമിക് റിവ്യൂവിലെ പാരഗ്രാഫ് എടുത്തിട്ട് 3 സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റനായിട്ടൊക്കെ തന്നിട്ടുണ്ടാവുക. അങ്ങനെ ചെറിയ പിക്ക് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബുക്കിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ സോഴ്സ് അടക്കം കൊടുത്തിട്ടുണ്ടാകും. അത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിനി മറ്റൊരു വീഡിയോ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അതിൽ ഈ ഓരോ ടോപ്പിക്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് ഇപ്പോൾ ജനറൽ ടോപ്പിക്ക് കഴിഞ്ഞാൽ പിന്നെ കേരള ഗവേണൻസിൽ ഫോക്കസ് കൊടുക്കണം, ഇമ്പോർട്ടൻ്റ് ആക്റ്റിൽ ഫോക്കസ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഫോക്കസ് മനസ്സിലായല്ലോ. ഞാനായിട്ട് പറയില്ല നിങ്ങളോട് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണും കറണ്ട് അഫയേഴ്സ് എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുക. ഇങ്ങനെ ഏത് പഠിച്ചു കഴിഞ്ഞാലായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത് എന്നുള്ളൊരു രീതിയിൽ. Okay, അപ്പോൾ make use of it. Thank you all. See you in a next class.